الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد كانت لكم أسوة حسنة في إبراهيم والذين معه إذ قالوا لقومهم إنا براء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده إلا قول إبراهيم لأبيه لأستغفرن لك وما أملك لك من الله من شيء ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم. لقد كان لكم فيهم أسوة حسنة لمن كان يرجو الله واليوم الآخر ومن يتول فإن الله هو الغني الحميد. സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓതിവെച്ച വചനങ്ങൾ സൂറത്തുൽ മുംതഹനയിലെ 4, 5, 6 വചനങ്ങളാണ്. മുംതഹന എന്ന അധ്യായം വിശുദ്ധ ഖുർആനിലെ 60-ാമത്തെ അധ്യായമാണ്. മുസ്ലിം ലോകം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ചിന്തയും പ്രവർത്തനങ്ങളും ഒരുക്കങ്ങളും എല്ലാം. ഹജ്ജിന് ചെല്ലുന്ന ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടി സൗദി അറേബ്യ ഒരുങ്ങിക്കഴിഞ്ഞു. അവരെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എത്തിത്തുടങ്ങിയിരിക്കുന്നു പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഹജ്ജ് ഗ്രൂപ്പ് ഇന്നലെ ജിദ്ദയിലെത്തി. ഇൻഷാ അല്ലാഹ് മലയാളികളായ ഹജ്ജ് തീർത്ഥാടകർ നാളെ ജിദ്ദയിലെത്തും.
ഇങ്ങനെ ഓരോ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങളിലാണ്. ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷവും ഇങ്ങനെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ യുദ്ധം ആരാണോ വിളിച്ചു വരുത്തിയത്, അവർക്കെതിരെയുള്ള നീക്കം നടത്തിയ നമ്മുടെ സൈന്യത്തെയും അതിന് പിന്തുണച്ച ഭരണാധികാരികളെയും അവരുടെ ഒപ്പമാണ് നമ്മളുള്ളത്. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ അത് ശാശ്വതമായി അങ്ങനെ നീണ്ടുപോകുന്നത് അത്ര ഗുണകരമായ കാര്യമല്ല. യുദ്ധം ഒന്നും ഒരു നന്മയും നേടിത്തന്നിട്ടില്ല. യുദ്ധങ്ങൾ നൽകിയത് മുഴുവൻ നാശങ്ങളാണ്. ലോകത്ത് നടന്ന യുദ്ധങ്ങൾ മുഴുവൻ എടുത്തു നോക്കിയാലും ഇപ്പോൾ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന 2 യുദ്ധങ്ങൾ, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം, അതുപോലെ തന്നെ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം, ഇതൊന്നും ഒരു പരിഹാരവും കാണാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദുരവസ്ഥ ഇതിനുണ്ടാകാതിരിക്കാൻ 2 രാജ്യങ്ങളുടെയും ഉത്തരവാദപ്പെട്ടവർ അതിനൊരു സമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള വഴി കാണും എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ പ്രതീക്ഷ. എത്രയും വേഗം അത് അവസാനിച്ച് സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകാൻ സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു. കാരണം ഹജ്ജിന് പോകുന്നവർ അധികളും പോകുന്നതും വരുന്നതും ഒക്കെ വിമാനങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയാം. അതെങ്ങാനും നിർത്തപ്പെട്ടു പോയാൽ വലിയ പ്രയാസമാകും. അങ്ങനെയുള്ള പ്രയാസങ്ങളിലേക്കൊന്നും എത്താതിരിക്കാൻ വളരെ സമാധാനത്തോടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ച് എല്ലാവർക്കും അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്താൻ സർവശക്തൻ എല്ലാ വഴിയും തുറന്നു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ ഓതിവെച്ച വചനങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടതാണ്. ഹജ്ജ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയെയും പുത്രനായ ഇസ്മായിൽ നബിയെയും ഭാര്യയായ ഹാജറയെയും വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ഹജ്ജ് അത് പരിപൂർണതയിലെത്തൂല. അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളും പൂർണ്ണമാവുകയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നാം എത്തിപ്പെടേണ്ട ഗേഹം, ഹജ്ജിനായിരുന്നാലും ഉംറയ്ക്കായിരുന്നാലും നാം എത്തിപ്പെടേണ്ട ഗേഹം പരിശുദ്ധ കഅബയാണ്. ആ കഅബ പടുത്തുയർത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിന് സൗകര്യം ചെയ്തു കൊടുത്തത് അള്ളാഹുവാണ്. അതിന് നിർദ്ദേശം നൽകിയത് അള്ളാഹുവാണ്. ആ നിലയിൽ കഅബയുടെ പരിസരങ്ങൾ നടക്കുന്ന ആരാധനാ കർമ്മങ്ങൾ അതെല്ലാം ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ നാളുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരും ആ പേരുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുമായതുകൊണ്ട് ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓതിവെച്ച വചനങ്ങൾ മുന്തഹനയിലേന്നാണ് ഞാൻ സൂചിപ്പിച്ചു. 3 വചനങ്ങളാണ് ഓതിവെച്ചത്. അവിടെ തുടങ്ങുന്നത് ഖദ് കാനത്ത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅ. നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലും അദ്ദേഹത്തോടൊപ്പമുള്ളവയിലും ഉത്തമമായ മാതൃകയുണ്ട്. ഇത് ഖാലൂ ലിഖൗമിഹിം, അവർ അവരുടെ ജനതയോട് പറഞ്ഞ സന്ദർഭം, ഇന്നാ ബുറആഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നവയിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ് എന്ന് അവർ പറഞ്ഞ സന്ദർഭം. കഫർനാ ബിക്കും, നിങ്ങളിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ളാഉ അബദൻ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദ, ഏകനായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ എന്നെന്നും നിങ്ങൾക്കും നമ്മൾക്കും ഇടയിൽ ശത്രുതയും വിദ്വേഷവും വെളിവായിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞ വാക്കൊഴികെ, ലഅസ്തഗ്ഫിറന്ന, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാം, മാപ്പപേക്ഷിക്കാം എന്ന് പറഞ്ഞ വാക്കൊഴികെ, വമാ അംലികു ലക മിനല്ലാഹി മിൻ ഷൈ,
അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാൻ എനിക്ക് കഴിയില്ല, ഒന്നും ഉടമപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കൊഴികെ. റബ്ബന, ഞങ്ങളുടെ നാഥ, അലൈക തവക്കൽന, നിന്നിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വഇലൈക അനബ്ന, നിന്നിലേക്കാണ് ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നത്, വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് മടങ്ങിയെത്തേണ്ടത്. റബ്ബന, ഞങ്ങളുടെ നാഥ, ലാ തജഅൽനാ ഫിത്നതൻ ലില്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾക്ക് ഒരു പരീക്ഷണമാക്കി ഞങ്ങളെ നീ മാറ്റരുതേ. വഗ്ഫിർ ലനാ റബ്ബന ഇന്നക അൻതൽ അസീസുൽ ഹകീം, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, നീ പ്രതാപിയും യുക്തിമാനുമാണ്. വീണ്ടും പറയുന്നു, ലഖദ് കാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസന, തീർച്ചയായും അവരിൽ ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും ആഗ്രഹിക്കുന്നവർക്ക്. വമൻ യതവല്ല, ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ, ഫഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അല്ലാഹു ആരുടെയും ആശ്രയമില്ലാത്തവനും സ്തുത്യർഹനുമാകുന്നു. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. വിശുദ്ധ ഖുർആനിലെ 3 സ്ഥലങ്ങളിലാണ് ഉസ്വത്തുൻ ഹസന എന്ന പ്രയോഗമുള്ളത്, ഉത്തമമായ മാതൃകയായത്. അതിൽ ഒന്ന്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ എന്ന സൂറത്തുൽ അഹ്സാബിലെ 21ാമത്തെ വചനമാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുന്ന വചനമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി, അവിടെ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്ക്? അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക്, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കുകയും ചെയ്യുന്നവർക്ക് ഇത് ഉസ്വത്തുൻ ഹസന പറഞ്ഞ ഒരു സ്ഥലമാണ്. ബാക്കി വിശുദ്ധ ഖുർആൻ പറഞ്ഞ 2 സ്ഥലവുമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അത് സൂറത്തുൽ മുംതഹനയിലെ 4ാമത്തെയും 6ാമത്തെയും വചനത്തിലാണ്. അപ്പൊ ഇത് 2 വചനങ്ങളിലും ഊന്നി പറയുന്നത് ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിലുമാണ് മാതൃക എന്നാണ്. ആ മാതൃകയിൽ ഏറ്റവും പ്രധാനമായിട്ട്, ഇബ്രാഹിം നബിയിൽ ഒരുപാട് മാതൃകയുണ്ട്, ആ മാതൃകയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഊന്നി പറഞ്ഞത്. അവർ ആ ജനതയോട് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ എന്തിനെ ആരാധിക്കുന്നുവോ, എന്തിനെ ഒക്കെ ആരാധിക്കുന്നുവോ അതിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ്, അതിൻ്റെ ഒപ്പം ഞങ്ങളെ കിട്ടൂല. ഈ വിഷയത്തിൽ നിങ്ങളും നമ്മളും തമ്മിൽ വിദ്വേഷത്തിലും ശത്രുതയിലുമാണ്, ഈ വിഷയത്തിൽ മാത്രം, വേറെ ഒന്നിലുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നാലും മറ്റു പ്രവാചകന്മാരായിരുന്നാലും ആ പ്രവാചകന്മാരുടെ ആദർശം ഉൾക്കൊണ്ട ആളുകളായിരുന്നാലും ശരി, മറ്റുള്ളവരോട് വേറിട്ട് നിൽക്കുന്നത് വിശ്വാസപരമായി ഈ ഒരു രംഗത്ത് മാത്രം. അത് അംഗീകരിക്കാൻ, അതിൽ അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. എന്തെങ്കിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ നടക്കൂല. അതുകൊണ്ടാണ് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒപ്പമുള്ള ആളുകളും ഇത് തുറന്നു പറഞ്ഞ ആ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ. ഇനി നോക്കുക, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പരിശുദ്ധ കഅബ പടുത്തുയർത്താൻ അള്ളാഹു നിർദ്ദേശിച്ചതും അതിന് സൗകര്യം ചെയ്തു കൊടുത്തതും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്കാണ് എന്ന്. നിങ്ങൾ നോക്കുക, 3 വചനങ്ങൾ വിശുദ്ധ ഖുർആനിലെ 3 വചനങ്ങൾ സൂറത്തുൽ ഹജ്ജിലെ നമുക്കറിയാം. സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെയുണ്ട് വിശുദ്ധ ഖുർആനിൽ. അത് 22ാമത്തെ അധ്യായമാണ്. ഇതിൽ കുറെ അധികം കാര്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ടത് പരാമർശിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ 3 വചനങ്ങളാണ്. ഏതാണത്? വൈദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മക്കാനൽ ബൈത്ത്. അൽ ബൈത്ത്, അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ കഅബ. ആ ഭവനത്തിന്റെ സ്ഥലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നാം സൗകര്യം ചെയ്തു കൊടുത്ത സന്ദർഭം. എന്നിട്ട് എന്തേ പറഞ്ഞത്? അല്ലാ തുശ്രിക് ബി ശൈഅ, യാതൊന്നിനെയും എന്നോട് നീ പങ്കു ചേർക്കരുത്. അതിനുവേണ്ടിയാണ് ആഗ്രഹം. അപ്പൊ കഅബ പടുത്തുയർത്തിയത് ഭൂമുഖത്ത് ആദ്യമായി അള്ളാഹുവിന് മാത്രം ആരാധനകൾ ചെയ്യുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഗേഹം. ആ നിലയിലാണ് അത് സ്ഥാപിക്കപ്പെട്ടത്. അത് സ്ഥാപിക്കാനുള്ള നിർദ്ദേശം, ഉണ്ടാക്കാനുള്ള, പണിതുയർത്താനുള്ള നിർദ്ദേശം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നൽകിക്കൊണ്ട് ആദ്യം പറഞ്ഞത് എന്നിൽ പങ്കു ചേർക്കരുത്.
അത് തന്നെയാണ് ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയ മാതൃക. തൗഹീദിന്റെ രംഗത്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധന രംഗത്താണ് ഒന്നാമത്തെ മാതൃക ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതാണ് അവിടെ എടുത്തു പറഞ്ഞ കാര്യം. എന്നിട്ടല്ലാ തുശ്രിക് ബി ശൈഅ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. കാരണം നമുക്കറിയാം, പരിശുദ്ധ കഅബ പടുത്തുയർത്തി കഴിഞ്ഞതിന് ശേഷം, ഇബ്രാഹിം നബിയുടെ കാലശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അതിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ഷിർക്കില്ലാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ട ആ ഗേഹം ഷിർക്കിന്റെ കേന്ദ്രമാക്കി മാറ്റി എന്നുള്ളതാണ്. അതിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് അത് ശുദ്ധീകരിച്ചെടുത്തത് എന്ന് ചരിത്രം നാം മനസ്സിലാക്കുക. അതിന്റെ കൂടെ ഇബ്രാഹിം നബിയോട് പറഞ്ഞത് എന്താ? വതഹിർ ബൈതി, എന്റെ ഭവനം നീ വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം. ഈ പറഞ്ഞ ഒരു ശുദ്ധി ഇത് തന്നെയാണ്, ഷിർക്കിൽ നിന്നുള്ള ശുദ്ധീകരണം. ആർക്ക് വേണ്ടി? ലിത്തായിഫീന, അത് തവാഫ് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ടാകും. വൽ ഖായിമീന വറുക്കഇ സുജൂദ്, റുകൂഅ് ചെയ്തും സുജൂദ് ചെയ്തും നിന്ന് നമസ്കരിച്ചും ഒക്കെ അവിടെ നമസ്കരിക്കാൻ വരുന്ന ആളുകൾ ഉണ്ടാകും. അവർക്ക് വേണ്ടി നീ ശുദ്ധിയാക്കി കൊടുക്കുക. ആ തഹാറത്ത് കേവലം ബാഹ്യമായ ശുദ്ധീകരണമല്ല, മറിച്ച് ഷിർക്കിൽ നിന്നുള്ള ശുദ്ധീകരണം തന്നെയാണ്. നീ എന്നോട് ഷിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഭവനവും ഒരിക്കലും അതിന്റെ ഗേഹമായി മാറിക്കൂടാ. അതുകൊണ്ട് അതും നീ ശുദ്ധീകരിക്കണം. എല്ലാവിധത്തിലുള്ള ഷിർക്കിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ഈ വരുന്ന ആൾക്കാർക്ക് വേണ്ടി ശുദ്ധീകരിക്കണം. എന്നിട്ട് നീ എന്ത് വേണം? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളിൽ ആ ഗേഹം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് വരാൻ നീ പ്രഖ്യാപിക്കണം, വിളംബരം ചെയ്യണം. അങ്ങനെ നീ വിളംബരം ചെയ്താൽ എന്താണ്? യഅ്തൂക റിജാലൻ, നിന്റെ അടുക്കലേക്ക് അവർ വരും. റിജാലൻ, കാൽനടയായി. വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ തരണം ചെയ്ത് നിന്റെ വിളി കേട്ട് അവരവിടെ എത്തും. അതുകൊണ്ട് നീ വിളിച്ചു പറയുക. ഇങ്ങനെ 2-3 ഡ്യൂട്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു നൽകിയത്. ഒന്നത് പടുത്തുയർത്തുക, 2 അത് ഷിർക്കിൽ നിന്ന് ശുദ്ധീകരിക്കുക, സ്വയം ഷിർക്ക് ചെയ്യാതിരിക്കുക, 3 ആ ഗേഹത്തിലേക്ക് ആളുകൾ വരാൻ വേണ്ടി വിളിച്ചു പറയുക. ആ വിളിച്ചു പറയുക എന്ന് പറഞ്ഞതിന്റെ എന്താണ്? ഉത്തരമാണ്, അല്ലെങ്കിൽ അതിന്റെ മറുപടിയാണ് വർഷം തോറും ഇപ്പോഴും ലക്ഷോപലക്ഷം ആളുകൾ അവിടെ ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ചെല്ലുന്നത് നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനോട്, അള്ളാഹുവേ, ഞാൻ വിളിച്ചാൽ ആര് കേൾക്കാനാ? അള്ളാഹുവിന്റെ മറുപടി, നിന്നോട് വിളിക്കാനാണ് പറഞ്ഞത്, ആ വിളി എത്തിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, അള്ളാഹുവിന്റെ വിളി കേട്ടവരൊക്കെ അവിടെ എത്തും, അങ്ങനെ ഈ വർഷം കേട്ടവരാണ് ആ പോകുന്നതെന്നൊക്കെ ഹജ്ജിന്റെ യാത്രയപ്പ് വേളയിലും അവരോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടാണ് ആ ചെയ്യുന്നത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലുള്ള ആദ്യത്തെ മാതൃക ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിലില്ല എന്നത് തന്നെയാണ്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവന് മാതൃകയാക്കി, മനുഷ്യ സമൂഹത്തിന് ആകമാനം ഇമാമാക്കി, നേതാവാക്കി നിശ്ചയിച്ചു. ആ നേതാവാക്കി നിശ്ചയിച്ചത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ നിന്നെ ഇതാ അധികാരത്തിൽ കൊണ്ടിരുത്തുന്നു എന്നല്ല, മറിച്ച് പരീക്ഷണങ്ങളുടെ തീഷ്ണമായ തീച്ചൂളകൾ തരണം ചെയ്തുകൊണ്ട് നീങ്ങിയപ്പോൾ അള്ളാഹു നൽകിയ ഒരു പദവിയാണത്. ഖുർആൻ അത് പറയുന്നുണ്ട്. വഇദ് ബിത്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. വെറുതെ എടുത്തു കൊടുത്ത ഒരു അധികാരമല്ലത്, മറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ചില പരീക്ഷണങ്ങൾക്ക്, ചില വാക്കുകൾ കൊണ്ട് പരീക്ഷണത്തിന് വിധേയമാക്കി. ആ പരീക്ഷണങ്ങളിലൊക്കെ അദ്ദേഹം വിജയിച്ചു. ഫാത്തമ്മഹുന്ന, അത് പൂർത്തിയാക്കി. ആ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അള്ളാഹു നൽകിയ അംഗീകാരമാണ് ഇമാമുന്നാസ്, ജനങ്ങളുടെ നേതാവ്. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിം നബിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കി നമുക്ക് കാണാൻ കഴിയും. ഏത് കാര്യവും അള്ളാഹുവിനോട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ
തന്റെ സ്വന്തം കാര്യം, താനുമായി ബന്ധപ്പെട്ട കാര്യം കിട്ടിയാൽ ഉടനെ, കേട്ടാൽ ഉടനെ ഇബ്രാഹിം നബി ചേർത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, വമിൻ ദുർരിയത്തി, അല്ലെങ്കിൽ വമിൻ ദുർരിയത്തിന, എന്റെ സന്താന പരമ്പരയിൽ നിന്ന്. അപ്പൊ നിന്നെ ഇമാമാക്കുന്നു, അല്ലെങ്കിൽ താങ്കളെ നാം ജനങ്ങൾക്ക് ഇമാമാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രവാചകനിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് എന്റെ മക്കളെയും എന്റെ മക്കളിൽ നിന്നും. അപ്പൊ അള്ളാഹു പറഞ്ഞു, ലാ യനാലു അഹദിൽ ളാലിമീൻ, അങ്ങനെ എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ലത്. എന്റെ അഹിദ് അക്രമികളായ ജനങ്ങൾക്ക് ബാധകമല്ല എന്ന് അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമുൽ ലിന്നാസായി വരുന്നതിന് അടിസ്ഥാനപരമായി ഉണ്ടായത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ക്ഷണമാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അപ്പം അവിടെ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഇബ്രാഹിം നബിയും അനുയായികളും. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവിന്റെ പേര് ആസർ എന്ന. ഖുർആൻ തന്നെ പറഞ്ഞ തന്നെ വാക്കാണത്, ചരിത്രത്തിൽ നിന്നും അല്ല, ഖുർആൻ തന്നെ പറയുന്ന വാക്കാണ്. വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസർ അതത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. സൂറത്തുൽ അൻആമിലെ 74-ാമത്തെ വചനം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവായ ആസറിനോട് ചോദിക്കുകയാണ്, അതത്തഖിദു അസ്നാമൻ ആലിഹ, ഈ വിഗ്രഹങ്ങളെയാണോ അങ്ങ് ആരാധ്യന്മാരായി ഇലാഹുകളാക്കി സ്വീകരിക്കുന്നത്? എന്നാൽ ഇന്നി അറാക വഖൗമക, താങ്കളെയും താങ്കളുടെ ജനതയെയും ഞാൻ വ്യക്തമായ വഴികേടിലായിട്ടാണ് ഞാൻ കാണുന്നത്. സ്വന്തം പിതാവിനോട് പറഞ്ഞ വാക്കാണ്. തുടങ്ങിയത് അവിടെ നിന്നാ. കാരണം പിതാവ് വിഗ്രഹ നിർമ്മാതാവാണ്, കച്ചവടക്കാരനാണ്. ആ പിതാവിന്റെ മകനായിട്ടാണ് ഇബ്രാഹിം നബിയുടെ ജനനം. അപ്പൊ ഇബ്രാഹിം നബി ആദ്യമായി പറയേണ്ടത് പിതാവിനോട് തന്നെയാണ്. വളരെ നല്ല നിലയിൽ പിതാവിനോട് പറഞ്ഞു, വളരെ നല്ല നിലയിൽ. സൂറത്ത് മറിയമിലെ 19-ാം അധ്യായമായ മറിയമിലെ 42 മുതൽ 47 വരെയുള്ള വചനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ആ വാപ്പയോട് പറയുന്ന വാക്ക്. എപ്പോഴും ഒരു പ്രബോധകൻ എങ്ങനെയായിരിക്കണം, പ്രബോധിതരോട് ഏത് മനസ്സോടുകൂടി ആയിരിക്കണം എന്ന് കൃത്യമായി ഇത്രമാത്രം ശക്തമായി തൗഹീദ് ഊന്നിപ്പറഞ്ഞ, സ്വന്തം പിതാവ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയോട് പറയുന്ന വാക്ക് യാ അബത്തി, പൊന്നു വാപ്പ, എന്റെ വാത്സല്യനിധിയായ പിതാവേ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ വെറുതെ ഒരു പറയച്ചിലല്ല. യാ ആസർ എന്ന് വിളിക്കണില്ല, അല്ലെങ്കിൽ ആ പേര് വിളിച്ച് ഭത്സിക്കുന്നില്ല. മറിച്ച് വാത്സല്യനിധിയായ പിതാവേ, 3-4 കാര്യങ്ങളാ പറയുന്നത്. ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, നിങ്ങൾ എന്തിനെയാണ് ഈ ആരാധിക്കുന്നത്? വിളിച്ചാൽ കേൾക്കാത്ത, കാണാൻ കഴിയാത്ത, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്തതിനെ നിങ്ങൾ എന്തിനാരാധിക്കുന്നു? ഒരു ചോദ്യം അതാ. പിന്നത്തത് യാ അബത്തി, എന്റെ പിതാവേ, ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യൽതിക ഫത്തബിനി അഹ്ദിക സിറാത്തൻ സവിയ്യ, നിങ്ങൾക്ക് കിട്ടാത്ത അറിവ്, നിങ്ങൾക്ക് ലഭിക്കാത്ത ജ്ഞാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റുക, നേരായ മാർഗത്തിലേക്ക് നിങ്ങളെ ഞാൻ നയിക്കാം. അടുത്തത് യാ അബത്തി, വീണ്ടും പിതാവേ, വന്യ പിതാവേ, ലാ തഅബുദി ശൈത്താൻ, പിശാചിനെ ആരാധിക്കരുത്. കാരണം ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ്യ, പിശാച് റഹ്മാനായ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവനാണ്. ഇത് പറഞ്ഞു. അതിനുശേഷം വീണ്ടും യാ അബത്തി, ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. പ്രബോധനത്തിന്റെ ശൈലി. കാരണം ഒരു നസീഹത്തിന്റെ ഗുണകാംക്ഷയുടെ നന്നാകണം എന്നുള്ള അങ്ങേയറ്റത്ത് അടങ്ങാത്ത ആഗ്രഹം ഒരു പ്രബോധകന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇത് കേൾക്കുന്നവരെ സംബന്ധിച്ച് അവരിൽ നിന്ന് അപ്പടെ അത് എഫക്റ്റീവ് ആവുന്നുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞിട്ട് പോലും എഫക്റ്റീവ് ആയില്ല എന്നുള്ള വസ്തുത നാം തിരിച്ചറിയണം. അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞത് എന്താ? യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാനി ഫതകൂന ലിശ്ശൈത്താനി വലിയ, ഞാൻ അള്ളാഹുവിൽ നിന്ന്, റഹ്മാനായ റബ്ബിൽ നിന്ന്, അവിടെ ഒക്കെ റഹ്മാൻ എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. റബ്ബെന്നോ അല്ലെങ്കിൽ വേറെ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു വിശേഷണമല്ല പറയുന്നത്. എന്തുകൊണ്ട് റഹ്മാൻ 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 എന്ന് ആവർത്തിച്ചു പറയുന്നു? അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അങ്ങേയറ്റത്തെ ഓർമ്മിപ്പിക്കാനും, ആ കാരുണ്യം നിങ്ങൾ ഈ ആരാധിക്കുന്ന മറ്റു പലതുമുണ്ടോ അതിനൊന്നുമില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു ശൈലി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രയോഗിച്ചു. റഹ്മാനായ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുക. റഹ്മാനിൽ നിന്ന് ശിക്ഷ ഉണ്ടാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ വന്നാൽ
നിങ്ങൾ ശൈത്താന്റെ വലിയായി മാറും, മിത്രമായി മാറും. ഇതൊക്കെ ഇത്ര സ്നേഹത്തോടു കൂടി ഇക്കാര്യം പറഞ്ഞു കൊടുത്തിട്ട് എപ്പോഴും തൗഹീദിന്റെ പ്രബോധനം അങ്ങനെ തന്നെയാണ്. ആരും പെട്ടെന്നൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളൂല, പറയുന്നവരുടെ വെക്കിട്ട് കയറാനേ ശ്രമിക്കാറുള്ളൂ. ഇവിടെയും അത് തന്നെ നമുക്ക് കാണാൻ കഴിയുക. എന്നിട്ട് ഇബ്രാഹിം നബിയുടെ പിതാവിനോട് ഇത്ര ആർദ്രതയോടെ, സ്നേഹത്തോടെ, ഗുണകാംക്ഷയോടെ, വാപ്പയോടുള്ള, പിതാവിനോടുള്ള സർവ്വ ആദരവും ബഹുമാനവും വെച്ചുകൊണ്ടൊക്കെ ഉപദേശിച്ചിട്ടും ആ പിതാവിന്റെ മറുപടി എന്താണെന്നറിയാമോ? അറാദിബുൻ അന്ത അൻ ആലിഹത്തി യാ ഇബ്രാഹിം ലഇല്ലം തന്തഹി ലഅർജുമന്നക വലിയ. ഇതാണ് പറഞ്ഞത്. ഇബ്രാഹിമേ, നീ എന്റെ ഇലാഹുകളെ വിട്ട് മറ്റിലാഹുകളെയാണോ നീ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോകാനാണോ, എന്റെ ഇലാഹുകളെ കൈവടിയാനാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്നാൽ ലഇല്ലം തന്തഹ്, അതിൽ നിന്ന് നീ മാറിയിട്ടില്ല എങ്കിൽ, പിന്മാറിയിട്ടില്ല എങ്കിൽ ലഅർജുമന്നക്, നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും. എറിഞ്ഞാട്ടുന്ന വാപ്പയെ പറയുന്ന മോനോട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് വാപ്പ പറഞ്ഞ വാക്കാണ് ലഅർജുമന്നക, എറിഞ്ഞ് തകർക്കും ഞാൻ, എറിയും നിന്നെ ഞാൻ, എറിഞ്ഞു കൊല്ലും നിന്നെ ഞാൻ. വഹ്ജുർനി മലിയ, അത് സംഭവിക്കാതിരിക്കാൻ നീ എന്റെ അടുക്കൽ നിന്ന് കുറെ കാലത്തേക്ക് അങ്ങ് മാറി നിന്നോ. അപ്പൊ ഇബ്രാഹിം നബി പറയുന്നുണ്ട്, ഖാല സലാമുൻ അലൈക, വാപ്പാക്ക് സലാം. നമ്മൾ തമ്മിൽ ഒക്കൂല, നമ്മൾ തമ്മിൽ പൊരുത്തപ്പെടൂല ഈ വിഷയത്തിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യാം, നിങ്ങളുടെ മനപരിവർത്തനം ആഗ്രഹിച്ചുകൊണ്ട്, മനംമാറ്റം ആഗ്രഹിച്ചുകൊണ്ട്, ഈ തൗഹീദിന്റെ വെളിച്ചം ഉൾക്കൊള്ളും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പിരക്കാം. കാരണം അവൻ എന്നോട് അങ്ങേയറ്റം കനിവും ദയയും ഉള്ളവനാണ്. ഇന്നഹു കാന ബി ഹഫിയ. ഒരു വല്ലാത്ത രംഗമാണ്, ചിന്തിച്ചു നോക്കി. ചരിത്രം പറയുന്ന രംഗം, പിതാവിനോട് സലാം പറഞ്ഞു പോകുക. എന്തിനു വേണ്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി. ഇതാണ് ഞാൻ താങ്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാമെന്ന് പറഞ്ഞ നേരത്തെ സൂറത്തുൽ മുംതഹനയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബിയുടെ വാക്ക്, ഇല്ലാ ഖൗല ഇബ്രാഹിം ലി അബീഹി ലാ അസ്തഗ്ഫിറന്ന ലക് എന്ന് പറഞ്ഞ ആ പ്രയോഗം ഇതാണ്. പിന്നെ അതിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാറി. ഇസ്തിഗ്ഫാർ ചെയ്യാമെന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? വാപ്പക്ക് മാനസാന്തരം വരും, തൗഹീദ് ഉൾക്കൊള്ളും. അങ്ങനെ വരുമ്പോൾ അത് ഉപകാരപ്പെടുമല്ലോ എന്നുള്ള നിലയിലാ പറഞ്ഞു. പക്ഷെ വാപ്പ അതിന് തയ്യാറായില്ല. ശത്രുതയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അത് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 114-ാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട്. വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലി അബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാ. ഇബ്രാഹിം നബി തന്റെ പിതാവിനോട് ചെയ്ത ഒരു കരാറായിരുന്നു അത്. അതാണ് ആ ഇസ്തിഗ്ഫാർ. പിന്നെ അദ്ദേഹത്തിന് വെളിവായി അന്നഹു അദുവ്വുൽ ലില്ലാഹ്, അല്ലാഹുവിന്റെ കൊടിയ ശത്രുവാണ് തന്റെ പിതാവ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തബറഅ മിൻഹു, അതിൽ നിന്ന് അദ്ദേഹം ഒഴിവായി. കാരണം ഇന്ന ഇബ്രാഹിം ലഅവ്വാഹുൻ ഹലീം. ഇബ്രാഹിം നബിക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഖുർആനിൽ. അതിൽ 2 വിശേഷണമാണ്. അവ്വാഹ്, അവ്വാഹ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം താഴ്മയും വിനയവും ഉള്ളവൻ എന്നർത്ഥം. ഹലീം എന്ന് പറഞ്ഞാൽ വിവേകവും അതുപോലെ തന്നെ സമാധാനപ്രിയനുമാണ് എന്നർത്ഥം. അങ്ങേയറ്റത്തെ സാവകാശത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്ന പക്വതയുള്ള ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരു പൊതു തത്വം ഇതുമായി ബന്ധപ്പെട്ട് സൂറത്ത് തൗബയിലെ 113-ാമത്തെ വചനത്തിൽ പറയുന്നു. എന്താണതെന്നറിയോ? പ്രവാചകനും വിശ്വാസികൾക്കും ഭൂഷണമല്ല. മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടൽ ഭൂഷണമല്ല. വലൗ കാനൂ ഉലീ ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. അവർ കത്തിക്കാളുന്ന നരകത്തിന് അവകാശികളാണ്, ശിർക്കിന്റെ ആളുകളാണ്, ഒരു കാരണവശാലും അതിൽ നിന്ന് മാറൂല എന്നുള്ള അവസ്ഥയിലുള്ളവരാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പാപമോചനം തേടിയിട്ട് കാര്യമില്ല, അത് ചെയ്യാവതല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ അത്ര ഗൗരവമുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാം മനസ്സിലാക്കുക. അതിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃക. എല്ലാം നമുക്കറിയാം.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹങ്ങളെ തച്ചു തകർക്കുന്നതും അവരെ ചിന്തിപ്പിക്കുന്നതും അതുപോലെ തന്നെ സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും നക്ഷത്രത്തിലേക്കും ഒക്കെ നോക്കിക്കൊണ്ട് അതിനൊന്നും ആരാധിക്കപ്പെടാനുള്ള അർഹതയില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നി വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ എന്ന് പറയുന്ന നമ്മളൊക്കെ ദുആഉൽ ഇഫ്തിതാഹ്, പിന്നെ നമസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥനയായി ചെല്ലുന്ന ആ പ്രാർത്ഥനയൊക്കെ ഇതിന്റെ പിന്നാലെ വരുന്ന സംഭവങ്ങളാണ്. ഒരു നിലക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയുമായി അകന്നു നിൽക്കാൻ ഈ സമൂഹത്തിന് കഴിയില്ല, ഒരു സമൂഹത്തിനും കഴിയില്ല. അത്ര ബന്ധപ്പെട്ട അഭേദ്യമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിൽ ഏറ്റവും പ്രധാനമായത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് കഴിയില്ല. അത് അപകടകരമാണ് അഡ്ജസ്റ്റ്മെന്റ്. അത് കൃത്യമായി ഉൾക്കൊണ്ടേ പോകാവൂ. അത് സ്വന്തം വാപ്പയാണെങ്കിലും കുടുംബത്തിലുള്ള ആരാണെങ്കിലും ശരി, ബന്ധുമിത്രാദികളാണെങ്കിലും ശരി, അതിലേക്കൊക്കെ ഇബ്രാഹിം നബിയുടെ ഈ സന്ദേശം വെളിച്ചം വീശുന്നു എന്ന് നാം തിരിച്ചറിയുക. ഇനിയും പലതും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിന്റെ അവസരങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിശ്ചയദാർഢ്യതയും ആദർശ പ്രതിബദ്ധതയും നമുക്കൊക്കെ ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുവഹിദുകളായി ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും ഒക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറുവചനം. പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഗാദി ഫീ സബീലില്ലാഹ് والحاج والمعتمر وفد الله دعاهم فأجابوه فسألوه فأعطاه. വളരെ ചെറിയ വചനമാണ്. പ്രവാചകൻ പറയാണ്, അൽ ഗാസി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ, വൽ ഹാജ്ജു, ഹജ്ജ് ചെയ്യുന്നവൻ, വൽ മുഅ്തമിറു, ഉംറ ചെയ്യുന്നവർ, വഫദുല്ലാഹ്, അല്ലാഹുവിന്റെ ദൗത്യ സംഘങ്ങളാണ്. മൂന്ന് കാര്യങ്ങൾ ഒരുമിപ്പിച്ചാണ് പ്രവാചകൻ ഇവിടെ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ. രണ്ട്, ഹജ്ജ് ചെയ്യുന്നവൻ. മൂന്ന്, ഉംറ ചെയ്യുന്നവൻ. ഈ മൂന്ന് പേർക്കുമുള്ള പദവിയും പ്രാധാന്യമാണ് പറഞ്ഞത്. അവർ അള്ളാഹുവിന്റെ വഫദ, നിവേദക സംഘമാണ്. അത്രയേറെ ആദരവുണ്ട് അവർക്ക്. അതുകൊണ്ടാണ് ഹജ്ജിന് ചെല്ലുന്ന ആൾക്കാരെയും ഹജ്ജിന് പോകുന്ന ആൾക്കാരെയും നമ്മളൊക്കെ ആദരിക്കുകയും പറഞ്ഞയക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. അവർക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്യാൻ എല്ലാവരും മത്സരിച്ച് മുന്നോട്ട് വരുന്നത്. അള്ളാഹുവിന്റെ നിവേദക സംഘം എന്ന് പറഞ്ഞാൽ നിസ്സാരന്മാരല്ല, അവർക്ക് വലിയ വിലയുണ്ട്. അതുകൊണ്ടാണ് സൗദി ഗവൺമെന്റ് അവരെ ളയൂഫുർ റഹ്മാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. റഹ്മാനായ റബ്ബിന്റെ അതിഥികൾ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ചെല്ലുന്നവരാണ് അവർ. അതുകൊണ്ട് ആ ആതിഥേയത്വം നന്നായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് എന്തെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞു, ചൂട് കഠിനമാണ്. ആ കഠിനമായ ചൂടത്ത് മൊബൈലായി കൊണ്ടു നടക്കാവുന്ന AC പോലും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്ഥിതിവിശേഷത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. ഒരുപാട് പോരായ്മയുണ്ട് സൗദി ഗവൺമെന്റിന്. പലതിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത, ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത പലതും ഉണ്ടായേക്കാം. പക്ഷേ അവര് ഹജ്ജിനും ഉംറയ്ക്കും ചെല്ലുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന ഈ മഹാസേവനങ്ങളുണ്ടല്ലോ, ഖിദ്മത്ത്, അതൊരിക്കലും തള്ളിപ്പറയാൻ പറ്റുന്ന കാര്യമല്ല. ഏത് നിലയിലായിരുന്നാലും ശരി, അവർക്ക് ഈ രൂപത്തിൽ ചെയ്യാനുള്ള ഒരു മനോഭാവം വരുന്നത് എന്താ? ഇവരെ ആദരിക്കുക എന്നുള്ള. ഇത് ഇങ്ങനെ ഈ വിഷയം ഇങ്ങനെ ശരീരത്തിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന AC കുറിച്ചുള്ള ചർച്ച വന്നപ്പോഴും പിന്നെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ കുറെ ബുദ്ധിമുട്ടും ക്ലേശവും ത്യാഗവും, പൊടി വേണം, പൊടി ഉണ്ടാകണം, ത്യാഗം അനുഭവിക്കണം, വിയർക്കണം, ഇതൊക്കെയല്ലേ ഹജ്ജ്. പിന്നെ എന്തിനാ ഇത് ചെയ്തു കൊടുക്കുന്നതൊക്കെയുള്ള ചർച്ചകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് വേറൊന്ന്, ഞാൻ അതിലേക്കല്ല പോകുന്നത്. മറിച്ച് അവർ ചെയ്യുന്ന സേവനങ്ങൾ അത്ര വലുതാണ്. ആ സേവനങ്ങളെ നിസ്സാരമായി കാണാൻ കഴിയില്ല.
അതുപോലെ തന്നെ ഹജ്ജിന് ഓരോ നാട്ടിൽ നിന്ന് പോകുന്നവർക്ക് വേണ്ടി അതാത് ഹജ്ജ് കമ്മിറ്റികൾ ചെയ്യുന്ന സേവനങ്ങളും ചെറുതല്ല, വലുതാണ്. അപ്പൊ അതൊക്കെ ഈ പറയുന്ന വഫദ് നിവേദക സംഘവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട്, ഒരു നിവേദക സംഘം എന്ന് പറഞ്ഞാൽ അവരൊരു സ്ഥലത്തേക്ക് എത്തിയാൽ അവർക്ക് വലിയ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എങ്ങനെങ്കിലും ഏതെങ്കിലും വിടവിലൂടെ കടന്നു കയറി പോകുന്നവനെ പോലെയല്ല അവർക്കുള്ള സ്ഥാനം, അവർക്കൊരു വലിയ പദവിയുണ്ട്. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടി പറഞ്ഞ 3 കാര്യമാണ്. ഇതെന്താ? ഇത് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് പോകുന്നത്. എന്താ ഇവിടെ പറഞ്ഞതെന്നറിയോ? ദഅാഹും ഫഅജാബു, അവരെ അള്ളാഹു വിളിച്ചു, ആ വിളിക്ക് അവർ ഉത്തരം ചെയ്തു. ഫസഅലൂഹു ഫഅതാഹും, അങ്ങനെയുള്ള അവർ അള്ളാഹുവിനോട് ചോദിക്കുന്നു. ഫഅതാഹും, അവർ ചോദിക്കുന്നത് അള്ളാഹു നൽകുന്നു. ഓ, എത്ര സൗഭാഗ്യമാണെന്ന് ആലോചിച്ചു നോക്കുക. ആ ഒരു പ്രവൃത്തി, ഈ പറഞ്ഞ 3 പ്രവൃത്തികൾ. അള്ളാഹു വിളിച്ചു, അവരെത്തുന്നു. ആ വിളിയാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ആ വിളിക്ക് ഉത്തരമാണ്. ആ ഉത്തരം ചെയ്തുകൊണ്ട് അവിടെ ചെന്ന് തൗഹീദിൽ മുങ്ങിക്കുളിക്കുക എന്ന് തന്നെ പറയട്ടെ, വേറൊരു കർമ്മവും അവിടെ ഇല്ല. ആ നിലയിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അവൻ കൊടുക്കും. അതാണ് അവർക്കുള്ള ശ്രേഷ്ഠത. ഈ ശ്രേഷ്ഠത നേടിയെടുക്കാനാണ് ഹജ്ജും ഉംറയും എന്ന് ഹജ്ജ് കഴിഞ്ഞു വന്നിരിക്കുന്ന നമ്മളും ഹജ്ജിന് പോകാൻ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരും ഇനി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒക്കെ മനസ്സിൽ ഇത്തരം ഒരു ചിന്ത അത്ര പദവി ഉള്ളതാണെന്നുള്ള തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുന്ന സഹോദരി സഹോദരന്മാർക്ക് ഈ മാന്യമായ പദവി നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് ചെയ്തു വന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ ഈ പദവി നഷ്ടപ്പെടാതിരിക്കാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കളക്ഷന്റെ ദിവസമാണെന്ന് റിലീഫ് ഫണ്ടിലേക്കുള്ള അത് വളരെ ശുഷ്കിച്ചു പോകുന്നു എന്നുള്ളൊരു വേദന ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ്. ആവശ്യക്കാർ ധാരാളമുണ്ട്. ഇപ്പൊ മരുന്നിനൊക്കെയുള്ള വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതും വലിയ മാരക രോഗങ്ങൾക്ക് വിധേയരായവരാണ് 2 ആഴ്ചത്തേക്കോ 1 മാസത്തേക്കോ ഒക്കെ മരുന്നിന് വേണ്ടി നമ്മളെ സമീപിക്കുന്നത്. പലരെയും തിരിച്ചു പറഞ്ഞയക്കേണ്ട ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട്. അതുകൊണ്ട് ഇതുമായി മനസ്സാവാല നന്നായി സഹകരിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായി ഇതെല്ലാം പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. അത് സ്വീകരിച്ചുകൊണ്ട് എല്ലാ ആപത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഉണർത്താനുള്ള മറ്റൊരു കാര്യം, ഹജ്ജിന്റെ സമയം അടുത്തു. ഇവിടെ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും ഒരുങ്ങേണ്ടതുണ്ട്. അതിൽ നേരത്തെ ഒരുങ്ങേണ്ട ഒരു കാര്യമാണ് ഉദഹിയത്തിന് വേണ്ടിയുള്ള ഒരുക്കം. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പൈസ ശേഖരിക്കലാണല്ലോ ആദ്യമായി ചെയ്യുക. ഇപ്പൊ ആടൊന്നിന് 16,000 രൂപയും അതിന്റെ ഷെയർ, പാടിന്റെ ഷെയർ 50,500 രൂപയുമാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ എങ്ങനെയാണോ അത് നിശ്ചയിച്ച് അതുമായി പൂർണ്ണമായി സഹകരിക്കാൻ ഒരുങ്ങുക. അതിനൊരുങ്ങേണ്ട സമയമാണ്. ഇന്നിപ്പം ദുൽഖഅദ 10 കഴിഞ്ഞു, ഏതാണ്ട് 11-12 കടക്കുകയാണ്. ഇനി 1 മാസം മാത്രമാണ്, നമ്മുടെ 10-20 ദിവസമാണ് ഇനി ഈ ഉദഹിയത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാനുള്ളത്. അതുകൊണ്ടാണ് കമ്മിറ്റികളൊക്കെ നേരത്തെ ഒരുങ്ങുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ അതുമായി സഹകരിക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഈ വെള്ളിയാഴ്ചയ്ക്കും ഇടയിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുമുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. പലരുമുണ്ട്. അതിൽ 1-2 പേരെ ഞാൻ അനുസ്മരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ SM വിദ്യാനഗർ എന്ന് പറഞ്ഞിട്ട് ശ്രേഷ്ഠനായ ഒരു പണ്ഡിതൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ, നല്ല അറബിയിൽ പാണ്ഡിത്യമുള്ള ആളൊക്കെ മരണപ്പെട്ടു പോയി. വലിയ സമൂഹത്തിന് വലിയ സേവനം ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതുപോലെ തന്നെ മജീദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, റഹ്മത്ത് എന്ന് പറയുന്ന ഒരു സഹോദരി, ഇവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ ഹസനാത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ സയ്യിആത്തുകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന് കിഡ്നി മാറ്റിവെക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത് 2 പേരും ആശുപത്രിയിൽ കഴിയുന്നു. നമ്മൾ അറിയുന്ന വ്യക്തിത്വങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരനും സഹോദരിക്കും പൂർണ്ണ സിഹ്ഹത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. അവർക്ക് 2 ആൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രയാസമില്ലാത്ത ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള തീഷ്ണമായ പ്രയാസങ്ങളിൽ നിന്ന് നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ
അവരുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار.